ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കണ വാഴൻ്റെ ഇല ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തിനാപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലൊക്കെ ഇങ്ങനെ നോക്കിങ്ങാണ്ട് എടുക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വാഴയില വെട്ടാട്ടോ. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അച്ചാറിടാം. അതാണ് ഈ വാഴയില ഇങ്ങനെ തിരഞ്ഞുകാണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ മീനുണ്ട്. അപ്പോൾ അത് ആ വാഴൻ്റെ ഇലയിൽ വെട്ടിയിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെ വാഴൻ്റെ ഇലയൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ ഇതാക്കണേ നമുക്കൊരിതാ മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണത്. മത്തി മീനാണ്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു മത്തി അച്ചാർ കുറേ കാലങ്ങൾക്ക് ശേഷം അതെത്ര ഇങ്ങനെ മത്തി ഇതിൽ കിട്ടണത്. മത്തി കിട്ടാതെ കുറേ ആയിരുന്നു. മത്തി നമുക്ക് കഴിക്കാൻ പൂതിയായിരുന്നു. മത്തി കിട്ടുന്നല്ലായിരുന്നു. അപ്പോൾ ഇതാക്കണേ മത്തി മീൻ കിട്ടിയതാണേ. അപ്പോൾ ഇത് വെച്ച് കണ്ടൊരു നമുക്ക് അടിപൊളി അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ ഈസി ആകാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് കല്ലുപ്പ് ഉണ്ടല്ലോ, കല്ലുപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒന്ന് എതിരി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നല്ലോണം അങ്ങനെ കുഴച്ചെടുക്കുക. ഈ കല്ലുപ്പിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് പെട്ടെന്ന് ഇത്രയും മത്തിയില്ലേ, ഒരു മൂന്നോ 4 കിലോ മത്തി ഉണ്ടാവും ഇത്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ആ ചെളുക്കിയൊക്കെ അതിൻ്റെ ചെളുക്കി ഇതൊക്കെ ശരിയായിക്കാണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ കല്ലുപ്പ് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമുക്ക് ഞാൻ അതിന് കുറച്ച് സമയം ഇങ്ങനെ അതിൻ്റെ കല്ലുപ്പ് ഇതിലിങ്ങനെ ഇട്ടുകാണ്ട് വെച്ചിട്ട് പിന്നെ അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ അടിപൊളി അച്ചാറിലേക്ക് പോവാം. ഇനിയിപ്പം ഞാനിപ്പോൾ ഇത് അച്ചാർ നമുക്ക് ഇടുന്നത് നമുക്ക് കുറച്ച് ബാംഗ്ലൂർക്ക് കൊടുത്തു വിടാനോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ അബ്രോഡിക്ക് കൊടുത്തു വിടാനോ ഇനിയിപ്പോൾ ആർക്കാണെങ്കിലും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് അതിലേക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ മത്തിയൊക്കെ ആകുമ്പോൾ ഈ സ്മെല്ല് കാരണം സ്കൂൾക്ക് കൊണ്ടുപോകാൻ മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അച്ചാറാക്കി കണ്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാക്കണം കേട്ടോ, എല്ലാം ക്ലീൻ ആക്കിട്ടോ. എല്ലാം പെട്ടെന്ന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈമൊന്നും എടുക്കണ്ട, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കണ്ടോ. അതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഇനിയാണ് നമുക്ക് തുടങ്ങേണ്ടത് കണ്ടോ. അടിപൊളി നല്ല നെയ്യൊക്കെ ഉള്ള മത്തി കേട്ടോ. നല്ല മത്തി എന്താ പറയുക, ചെറിയ കുഞ്ഞി മത്തി ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിലെ ആ ഒരു മത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫുള്ള് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ മത്തി നന്നാക്കാൻ അധികം ടൈമൊന്നും വേണ്ട. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് അറിയാം. ഇതിൽ മീനിൽ ഒന്നും ചെയ്യില്ല ഞാൻ. നമ്മൾ മസാലകൾ മഞ്ഞപ്പൊടി അങ്ങനെ മുളക് പൊടി ഒന്നും യൂസ് ആക്കണില്ല. യൂസ് ആക്കാതെ ഞാൻ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, നമ്മൾ ഈ മസാലപ്പൊടി ഇതൊന്നും യൂസ് ആക്കാതെ ഞാൻ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. മസാലപ്പൊടിയൊക്കെ യൂസ് ആക്കിക്കാണ്ട് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞിരിക്കും എന്നല്ല, കരി. അപ്പോൾ എന്താ പറയുക, മസാലയൊന്നും യൂസ് ആക്കാതെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതാക്കണം, ചട്ടി വെച്ചിരിക്കണം. അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താക്കണം, ഓയിൽ ഒഴിച്ചിട്ട് ഓയിലിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കുക. വലിയ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒന്നായിട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഫ്രൈ ആക്കി ഇട്ടാൽ മതി. അപ്പോൾ വലിയ ചട്ടി ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഇത്ര ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാക്കണം. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി വേണം. അപ്പോൾ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി കൊണ്ടുവന്നിട്ട് വേണം, ഷാജി കൊണ്ടുവന്നിട്ട് വേണം. ഇഞ്ചി കഴിഞ്ഞ് ഒഴിക്കണം. അപ്പോൾ ഞാനെല്ലാം വെളുത്തുള്ളിയൊക്കെ ഞാൻ അപ്പോൾ കൊണ്ടുവന്നിട്ട് വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇഞ്ചിയൊക്കെ കിട്ടുന്നതിൻ്റെ മുന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് അച്ചാർക്ക് ഇടാൻ വേണ്ടിയിട്ടേ കാന്താരി മുളക് ഉണ്ടോ നോക്കട്ടെ. ഞാൻ രാവിലെ കുറച്ച് പറിച്ചിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഉണ്ടെങ്കിൽ പറിച്ചിട്ട് നമുക്കതിൽ ഈ മരത്തുമ്മ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ മരത്തുമ്മ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എന്നിട്ടിങ്ങനെ ഉണ്ട്. അപ്പം എന്നാൽ കുറച്ച് കാന്താരി മുളക് പറിക്കട്ടെ. ഞാനേ ഇതേ ഇതിൽ കേട്ടോ ഫ്രൈ ചെയ്ത് വാരിയിട്ടത് കുറച്ച് ഇതിൽ ഇട്ടതെടുത്ത് 2 ചട്ടിയിലും ആക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ 2 ചട്ടിയിലും ആക്കിയിട്ടാൽ ഇനിയിപ്പോൾ ഒരു ഇത് കൂടി ഉണ്ടല്ലേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഞാനിതൊക്കെ ഫ്രൈ ചെയ്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ 2 കഷ്ണാക്കട്ടോ. അങ്ങനെ നടുക്ക് മുറിക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇങ്ങനെ ഓരോന്നും മുറിക്കാതെ നമുക്ക് ചെയ്യാട്ടോ കേട്ടോ. അപ്പൊ മുറിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇത് കുറച്ചൊന്ന് നമുക്ക് ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ഒതുങ്ങും ചെയ്യും. നമ്മളിതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇത് ബാംഗ്ലൂർക്ക് മൂക്ക് കൊടുത്ത് വിടാനുള്ളതാണ്. അപ്പൊ ഇത് ഒതുങ്ങും. നമ്മൾ പാക്കൊക്കെ ചെയ്യുമ്പോൾ ഒതുങ്ങും ചെയ്യും. പിന്നെ അതല്ല ഓരോന്നൊക്കെ എടുക്കണത് ഇത് കൂടുതൽ നമുക്ക് നിൽക്കും ചെയ്യും. നല്ല ഇങ്ങനെ ഇതാക്കണ്ടോ, നല്ല മുരിച്ചിട്ട് വന്നിക്കണം മീനിന്. അങ്ങനെ ഉണ്ടാവണം. എത്രയും നിൽക്കും ഇത്. അപ്പൊ ഇതാക്കണ് ഇതാ ഈ സൈസിലെല്ലാം കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇത് എടുത്ത് വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ ഇതാക്കുന്നത് നല്ലെണ്ണയിൽ എണ്ണ ഒന്ന് മൂക്കട്ടെ. എണ്ണ മൂത്ത് വരുമ്പോ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് അതേപോലെ ഇഞ്ചി ആഡ് ചെയ്യാം കേട്ടോ. ഇഞ്ചി ആഡ് ചെയ്യാം. ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വെക്കട്ടോ. ഇതിങ്ങനെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയാണ്ടില്ലേ. ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കല്ലുപ്പ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ടൈമിൽ നമുക്ക് ഇടണം. അതിന്റെ അച്ചാർ ഇതാ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടോ. ഇവിടെ എല്ലാരും നോക്കി നിൽക്കണം അച്ചാറുണ്ട് നോക്കി. മഞ്ഞപ്പൊടി കേട്ടോ. നമ്മൾ ഈ മീനിക്ക് അനുസരിച്ചുള്ള മഞ്ഞപ്പൊടി ഇടും. ഇതിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും ഒരു മസാലയും കൂട്ടാതെ ചെയ്തതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ സാധാരണ നമ്മളെ മുളക് പൊടി, കറി ലീഫ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കറി ലീഫ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലാത്തവർ ആഡ് ചെയ്യാനും വേണ്ട കറി ലീഫ് കേട്ടോ. നമ്മള് മീനുണ്ടല്ലോ, മീനിനെ തീക്കണം തട്ട. ഷോർട്സ് എടുക്കണ്ടേ. ഇത് നല്ലോണം ഇങ്ങനെ മറിച്ച് ഇതിൽ യോജിപ്പിക്കുക. മതി. ഇനി ഇതാക്കണേ, ഇതിന്റെ മുളക് കൂടെ ഞാനിതാ കാന്താരി മുളക് ഉണ്ടല്ലോ, കാന്താരി മുളക് ഇങ്ങനെ ആഡ് ചെയ്യാണ്. പിന്നെ ഇതാക്കണ വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി കുറച്ച് ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറിയിട്ടാട്ടോ ഞാൻ വിനാഗിരി ഒഴിച്ചത്. ഇതിന് മുന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിനാഗിരി ഒഴിച്ചങ്ങാണ്ട് നമ്മളിങ്ങോട്ട് അതിങ്ങോട്ട് ഒരുമിച്ച് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോകട്ടോ. അപ്പൊ നല്ല അടിപൊളി മത്തി പിക്കിള്, മത്തി അച്ചാറ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെയും ഇങ്ങനെ കഴിക്കും. ബൈ.